നമസ്കാരം. മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം. കുതിരവട്ട പപ്പു പറഞ്ഞതുപോലെ ഇപ്പ ശരിയാക്കി തരാം. കാലിയായ കീശയും കീറ തുണിയുമാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ സ്വത്ത്. പൊതുജനത്തിന് എല്ലാം വാരിക്കോരി നൽകുമെന്ന് സർക്കാരിന്റെ വീമ്പിളക്കൽ. വലിയ വണ്ടിയിൽ കയറിയിരുന്ന് ചെറിയ സ്പാനറുമായി ഇപ്പ ശരിയാക്കി തരാം എന്ന് പറയുന്ന കുതിരവട്ടം പപ്പുവിന്റെ ഡയലോഗ് പോലെയാണ് സംസ്ഥാന മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞ ചില പ്രയോഗങ്ങൾ. കേരളത്തിലെ മിക്കവാറും എല്ലാ വിഭാഗം ജനങ്ങളും നിൽക്കക്കള്ളിയില്ലാതെ ദുരിതത്തിലാണ്. ലക്ഷക്കണക്കിന് വരുന്ന പാവപ്പെട്ട വയോധികർക്ക് നൽകി വന്നിരുന്ന ക്ഷേമ പെൻഷൻ പോലും 5 മാസത്തിലധികം കുടിശ്ശികയാണ്. പാവം ജനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിയിരുന്നു. സപ്ലൈകോയുടെ കടകളെല്ലാം കാലിയായി കിടക്കുകയാണ്. എണ്ണിയാൽ തീരാത്തത്ര കോടികൾ കൊടുത്ത് തീർത്താലാണ് കേരളത്തിൽ എന്തെങ്കിലും മുന്നോട്ട് നീക്കാൻ കഴിയുക എന്നതാണ് അവസ്ഥ. ഇതറിയാവുന്ന മുഖ്യമന്ത്രിയാണ് വരുന്ന 2 വർഷത്തിനുള്ളിൽ എല്ലാ ബാധ്യതകളും തീർക്കുമെന്നും കേരളത്തിൽ പൊതുജനങ്ങൾക്കായി തേനും പാലും ഒഴുക്കുമെന്നുമൊക്കെ നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത്. 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 3 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. ഈ 3 കൊല്ലവും ദാരിദ്ര്യത്തിന്റെ കണക്കുകളല്ലാതെ സംസ്ഥാന ധനകാര്യമന്ത്രി ഒന്നും പറഞ്ഞു കണ്ടിട്ടില്ല. പ്രതിപക്ഷം എന്ത് ആവശ്യപ്പെടുമ്പോഴും കേന്ദ്ര സർക്കാർ തരാത്തതാണ് എന്ന ന്യായമാണ് ധനകാര്യമന്ത്രി സ്ഥിരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാർ പറയുന്നത് കേരളത്തിന് കൊടുക്കേണ്ടതിലധികം കൊടുത്തു എന്ന കണക്കാണ്. കേരളത്തിലെ പൊതുജനങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് വിശ്വസിക്കേണ്ടത്? ഒരു കാര്യം കൃത്യമായി പറയാൻ കഴിയും. കേരളത്തിലെ ഭരണകൂടം ജനങ്ങളെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ. എന്താണ് ഇപ്പോൾ കേരള സംസ്ഥാനത്തിന്റെ സ്ഥിതി എന്ന കാര്യം മുഖ്യമന്ത്രി പറഞ്ഞില്ലെങ്കിലും മറ്റു പലതരത്തിലുള്ള റിപ്പോർട്ടുകളിലൂടെ പുറത്തു വരുന്നുണ്ട്. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ കടം വീട്ടൽ കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ അടിയന്തരമായി 50,000-ലധികം കോടി രൂപ സർക്കാർ കണ്ടെത്തേണ്ടതുണ്ട്. ഇതെവിടെ നിന്ന് എങ്ങനെ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ മാത്രം മുഖ്യമന്ത്രിക്ക് വ്യക്തതയില്ല. 5 മാസമായി മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ 4,250 കോടി രൂപ വേണം. വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള കോൺട്രാക്ടർമാർക്ക് കടം നൽകാനുള്ളത് 4,000 കോടിയോളം രൂപയാണ്. സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ കരാറുകാർക്ക് 2,000 കോടി രൂപ കുടിശ്ശികയുണ്ട്. ഇതിനോടൊപ്പം വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഇനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കരാറുകാർക്ക് 1,000-ലധികം കോടി രൂപ നൽകാനുമുണ്ട്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ സപ്ലൈകോ സ്ഥാപനങ്ങളിലേക്ക് സാധനങ്ങൾ വിതരണം ചെയ്ത കരാറുകാർക്ക് 2,000-ലധികം കോടി രൂപ കുടിശ്ശിക നൽകാനുണ്ട്. കേരളത്തിലെ നെല്ല് കർഷകരിൽ നിന്നും നെല്ല് സംഭരിച്ച ഇനത്തിൽ കർഷകർക്ക് 320 കോടി രൂപ നൽകേണ്ടതുണ്ട്. കൊട്ടിഘോഷിച്ച് സ്കൂളുകളിൽ നടത്തിക്കൊണ്ടിരുന്ന ഉച്ചഭക്ഷണത്തിനുള്ള സാധനങ്ങൾ വാങ്ങിയ ഇനത്തിൽ 150 കോടി രൂപ കൊടുത്തു തീർക്കാനുമുണ്ട്. വിവിധ വകുപ്പുകളിലെ കരാറുകാരുടെ ബിൽ ഡിസ്കൗണ്ട് ഇനത്തിൽ 2,500 കോടി രൂപ കുടിശ്ശിക കിടക്കുകയാണ്. ഇതിനൊക്കെ പുറമെയാണ് ആരോഗ്യ മേഖലയിലുള്ള അപകടകരമായ സാമ്പത്തിക സ്ഥിതി. സർക്കാർ ആശുപത്രികളിൽ മരുന്നുകളില്ല, മെഡിക്കൽ കോളേജുകളിൽ ചികിത്സാ ഉപകരണങ്ങളില്ല, ക്യാൻസർ അടക്കമുള്ള മാരകരോഗ ചികിത്സയ്ക്കുള്ള മരുന്നുകളും സർക്കാർ ആശുപത്രികളിൽ ലഭ്യമല്ലാത്ത സ്ഥിതിയാണ്. ഇതുകൂടാതെ സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നൽകുന്ന ധനസഹായങ്ങൾ മുടങ്ങിക്കിടക്കുകയാണ്. എന്തിനു പറയുന്നു? കേരളത്തിൽ മലയോര മേഖലകളിൽ സ്ഥിരമായി നടക്കുന്ന വന്യജീവി ആക്രമണങ്ങളിൽ മരണപ്പെട്ടവർക്ക് വാഗ്ദാനം ചെയ്ത ധനസഹായം പോലും നൽകാൻ സർക്കാരിന് കഴിയാത്ത സ്ഥിതിയാണുള്ളത്. പരമ്പരാഗത തൊഴിൽ മേഖലയിൽ ഒരു ആനുകൂല്യവും നൽകുന്നില്ല. കേരളത്തിൽ വിവിധ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 23-ലധികം ക്ഷേമനിധി ബോർഡുകൾ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ രംഗങ്ങളിലെ തൊഴിലാളികളാണ് ക്ഷേമനിധി അംഗങ്ങളായിട്ടുള്ളവർ. ഈ തൊഴിലാളികൾ ബോർഡിലേക്ക് അടയ്ക്കുന്ന അംശാദായമാണ് ആനുകൂല്യങ്ങൾ നൽകുന്നതിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വലിയ സാമ്പത്തിക ശേഷിയുള്ളതും നന്നായി പ്രവർത്തിക്കുന്നതുമായ എല്ലാ ക്ഷേമനിധികളിലെയും അടങ്കൽ തുക സർക്കാർ ട്രഷറികളിലേക്ക് മാറ്റുകയും അവിടെ നിന്ന് വകമാറ്റി ചെലവാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതുമൂലം 50 ലക്ഷത്തോളം തൊഴിലാളികളാണ് യാതൊരു സഹായവും ആനുകൂല്യവും കിട്ടാതെ വലയുന്നത്. ക്ഷേമനിധി ബോർഡ് അംഗങ്ങൾക്ക് നൽകുന്ന വാർദ്ധക്യകാല ക്ഷേമ പെൻഷൻ പോലും 1 വർഷത്തിലധികമായി മുടങ്ങിക്കിടക്കുകയാണ്. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, അംഗൻവാടി വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് ഇവയിലെല്ലാം പെൻഷനും ആനുകൂല്യ വിതരണവും മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. ഈ കണക്കുകൾ പ്രകാരം സംസ്ഥാന ഖജനാവിലേക്ക് 50,000 കോടി രൂപയെങ്കിലും ഒഴുകിയെത്തിയാൽ മാത്രമേ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ കഴിയുകയുള്ളൂ. ഈ സർക്കാരിന്റെ കഴിഞ്ഞ 3 വർഷക്കാലത്തെ സാമ്പത്തിക രംഗത്തുള്ള പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും നടക്കുന്ന ലക്ഷണമേ ഇല്ല. കാലിയായ ഖജനാവുമായി മുന്നോട്ട് പോകുന്ന സർക്കാർ ധനസമാഹരണത്തിനുള്ള മാന്യമായ വഴികൾ ഒന്നും ആലോചിക്കാതെ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഇതിനിടയിൽ തന്നെ സർക്കാർ അനാവശ്യമായ ചെലവുകളും ആഡംബര സൗകര്യങ്ങൾ ഒരുക്കുന്ന പ്രവർത്തനങ്ങളും സ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് ജനങ്ങളെ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് മുൻകാലങ്ങളിൽ നടത്തിയ പ്രവർത്തനം കൊണ്ട്
ഒരു ഗുണവും ലഭിക്കാത്ത കേരളീയം പരിപാടി വീണ്ടും നടത്തുന്ന സർക്കാർ തീരുമാനം ഈ ഗണത്തിൽ ഏറ്റവും ഒടുവിൽ സർക്കാർ കൈക്കൊണ്ടതാണ്. യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ദുരിതങ്ങൾ കാണാൻ ശ്രമിക്കാതെ പൊതുജനത്തെ മറന്നുകൊണ്ട് സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കുണ്ടായ വലിയ പരാജയം സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കെതിരായ വിധിയെഴുത്തായി വിലയിരുത്തുമ്പോഴും ഭരണപ്രവർത്തനങ്ങളിൽ ഒരു മാറ്റത്തിനും ഉത്തരവാദപ്പെട്ടവർ തയ്യാറാകുന്നില്ല എന്നതാണ് വാസ്തവം. നന്ദി, നമസ്കാരം.